കിഫ്ബി വിദേശത്ത് നിന്ന് മസാല ബോണ്ട് വഴി പണം സമാഹരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് അഭിപ്രായപ്പെടുകയാണ് മുൻ AG ജെയിംസ് കെ ജോസഫ്. പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും കടമെടുക്കുന്ന കിഫ്ബി മാതൃകയല്ല. സഭയിൽ വെക്കും മുൻപേ CAG റിപ്പോർട്ട് പുറത്തുവിട്ട നടപടി ചട്ടലംഘനം തന്നെയാണെന്നുമാണ് ജെയിംസ് കെ ജോസഫ് മീഡിയ വണിനോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. കിഫ്ബി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുൻ AG ജെയിംസ് കെ ജോസഫ് മീഡിയ വണിനൊപ്പം ചേരുകയാണ്. 57,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വഴി കരാർ നൽകിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ധനസമാഹരണം നടത്തണം, ഒപ്പം മസാല ബോണ്ട് വഴിയുള്ള തിരിച്ചടവൊക്കെ തന്നെ ചെയ്യുകയും വേണം. നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതാണോ ഇതൊക്കെ? സംസ്ഥാനം ഓൾറെഡി ഡെറ്റ് ട്രാപ്ഡ് ആണല്ലോ, കടക്കണിപ്പെട്ട് കിടക്കുകയല്ലേ. അപ്പോൾ 57,000 കോടിയുടെ ലയബിലിറ്റി ഒരിക്കലും പറ്റുകയില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. അത് സംശയമൊന്നുമില്ല. ദൈനംദിന ചെലവുകൾക്ക് വരെ കടമെടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിന് എങ്ങനെ അത് കൊടുക്കാൻ പറ്റും? അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഇത് ഇൻറ്റേർണൽ ബോറോയിങ്സ് ആയിക്കോ, അതിന് ലിമിറ്റുണ്ട്. ഈ മോട്ടോർ വെഹിക്കിൾ സെസ്സിലൂടെയും ഒപ്പം തന്നെ പെട്രോളിയം സെസ്സിലൂടെയും തിരിച്ചടവ് കിഫ്ബിയിൽ വഴി എടുത്ത പൈസകളുടെ തിരിച്ചടവ് നടക്കുമെന്നൊരു പ്രതീക്ഷയാണ് സർക്കാർ വയ്ക്കുന്നത്. ഇത്രത്തോളം പ്രാവർത്തികമാണത്? അതൊരിക്കലും നടക്കില്ല. മാത്രമല്ല 58,000 കോടി ഈ മോട്ടോർ വെഹിക്കിൾ സെസ്സിൽ കൂടെ കഴിഞ്ഞ കൊല്ലം കിട്ടിയതുകൊണ്ട് 5,000 കോടി രൂപയേ ഉള്ളൂ. 58,000 കോടി എവിടെ, 5,000 കോടി എവിടെ? ഓക്കെ, തീരെ കുറവാണ്. എന്ന് മാത്രമല്ല, അത് ഓൾറെഡി ഡെറ്റ് ട്രാപ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ സാധാരണ രീതി വരുന്ന ഇൻകമാണ്. അതും കൂടെ അങ്ങോട്ട് എടുത്തു കൊടുത്താൽ അതും 58,000 കോടിയുടെ പ്രോജക്റ്റ് 700 പ്രോജക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. 700 എന്ന് പറഞ്ഞാൽ ഓരോ പ്രോജക്റ്റിനും എത്ര വരും? ഒരു 70 ക്രോസ് ഔട്ടോ വരുവുള്ളൂ അല്ലേ? 70 ക്രോസ് ഓളം വരുള്ളൂ. അപ്പം അങ്ങനെ സ്പ്രെഡ് ചെയ്താൽ എന്താ കാര്യം? തീരത്തില്ല ഒരു പ്രോജക്റ്റ്. വികസനം ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി നടക്കുന്നു, ഭയങ്കര വികസനം നടക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ. നിലവിലുള്ള കിഫ്ബി മാതൃകയുടെ ഒരു ഭാവി എന്താണ്? കിഫ്ബി മാതൃക കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് വാസ്തവത്തിൽ ചിരിയാണ് വരുന്നത്. കിഫ്ബി മാതൃക എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തൊട്ടേ, ഞാനിപ്പം പറയുന്നതല്ല, നേരത്തെ തന്നെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ കിഫ്ബി കൺസെപ്റ്റിനെതിരായിട്ട്, ഫിനാൻസ് മിനിസ്റ്റർക്കെതിരായിട്ടല്ല, കിഫ്ബി കൺസെപ്റ്റിനെതിരായിട്ടുള്ള പോസ്റ്റ് ചെയ്യാൻ ഇടാറുണ്ടായിരുന്നു. കാരണം ഇത് തന്നെ കാര്യമാണ്, എന്തോ പറഞ്ഞ കാര്യം തന്നെ. എങ്ങനെ തിരിച്ചു കൊടുക്കും? ചുമ്മാ കടമെടുത്ത് ഗതി കിട്ടി നിൽക്കുമ്പോൾ പിന്നെയും കടമെടുത്താണ്. അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാമല്ലോ. അത് മാതൃകയല്ല, അതല്ല മാതൃക. ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ് മാതൃക. ഈ മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്നും പണം സ്വീകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു വിലയിരുത്തലിലേക്ക് CAG എത്തി. എത്രത്തോളം വസ്തുതയുണ്ട് ആ ഒരു കാര്യത്തിൽ? അതൊരു സംശയം വേണ്ടല്ലോ. ഇറ്റ് ഈസ് ആൻ ആക്സിയോമാറ്റിക് ട്രൂത്ത്. അതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ. അത് ഡിബേറ്റബിളേ അല്ല. ഫോറിൻ ബോറോയിങ്സ് എന്തായാലും പറ്റില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 293(1) പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വിഷയം. ഇത് വിവാദമില്ല, ഇതിനകത്ത് ഡിബേറ്റ് ചെയ്യാനും പറ്റില്ല, ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഈ മന്ത്രി കരട് റിപ്പോർട്ടെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് അദ്ദേഹം അത് ഒറിജിനൽ റിപ്പോർട്ടാണെന്ന് പറയുകയും ചെയ്തു. അതിലേതെങ്കിലും തരത്തിലുള്ള ചട്ടവിരുദ്ധം ഉണ്ടായിട്ടുണ്ടോ? ഒബ്വിയസ്ലി. കാരണം AG ഈ ഫിനാൻസ് റിപ്പോർട്ട്, സ്റ്റേറ്റ് ഫിനാൻസ് റിപ്പോർട്ട് ഗവർണർക്ക് അയച്ചു കൊടുത്തു ഒരാഴ്ച മുമ്പ്. അതിൻ്റെ കോപ്പി ഫിനാൻസ് മിനിസ്റ്റർക്ക് കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഇത് ലീക്ക് ചെയ്ത്. അപ്പം AG തന്നെ ഇതിൻ്റെ കോപ്പി ഫിനാൻസ് മിനിസ്റ്റർ ഗവൺമെൻറ്റിന് കൊടുക്കുമ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് കോൺഫിഡൻഷ്യൽ ടിൽ ദ പ്ലേസ്മെൻറ്റ് ഇൻ ദി അസംബ്ലി. അസംബ്ലി വയ്ക്കുമ്പോൾ പബ്ലിക് ഡോക്യുമെൻ്റായി, വെൻ ഇറ്റ് ഇസ് ടേബിൾഡ് ഓൺ ദി അസംബ്ലി. അതുവരെ കോൺഫിഡൻഷ്യലാണ്. അപ്പോൾ അതിൻ്റെ വയലേഷനാണല്ലോ. അപ്പം ചട്ടവിരുദ്ധം തന്നെ, അതിനകത്ത് സംശയമില്ല. കിഫ്ബി വഴി ഇപ്പോൾ കരാർ നൽകിയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്തു കഴിഞ്ഞ ശേഷമുള്ള ധനസമാഹരണം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് ജെയിംസ് കെ ജോസഫ് പറയുന്നത്. ഒപ്പം തന്നെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിവാദമായ കരട് റിപ്പോർട്ടെന്ന് ആദ്യം പറയുകയും പിന്നീട് അത് ഒറിജിനൽ റിപ്പോർട്ടാണെന്ന് ധനമന്ത്രിയെ സമ്മതിക്കുകയും ചെയ്ത കാര്യം പുറത്തുവിട്ടതും ചട്ടവിരുദ്ധമാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ഉണ്ണി പാലാഴിക്കൊപ്പം അനന്തു രാമചന്ദ്രൻ, മീഡിയ 1.